കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ നിത്യസന്ദർശകനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മുഴുവൻ കട്ടളയും കഥ ഉൾപ്പെടെയുള്ളത് അടിച്ചുകൊണ്ടുപോയി. അതെവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലോ പ്രശ്നം. തൊണ്ടി മുതൽ എവിടെ, ഈ സ്വർണം എവിടെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണെന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ്. ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ SITയുടെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വിശദീകരണവുമായി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്കും നീളണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിനിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ ചില സംശയങ്ങൾ കാണുന്നുണ്ട്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു ശ്രീധർ, കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിനൊന്നും തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമായും ഉയർന്നു വന്ന സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ തേടുമ്പോൾ ഈ ശബരിമലയിൽ വെച്ചുള്ള കണ്ടുള്ള പരിചയം മാത്രമാണ് ഇദ്ദേഹവുമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കടകംപള്ളി പറഞ്ഞത്. അതിനുശേഷം കൃത്യമായി തന്നെ അന്വേഷണ സംഘം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം. ആ മൊഴിയിലാണ് 2018 അല്ലെങ്കിൽ 17-18 കാലഘട്ടങ്ങളിൽ ശബരിമലയിൽ വെച്ച് ശബരിമലയിൽ പോകുന്ന വഴിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് താൻ പോയിരുന്നു. അത് ഒരു തവണ മാത്രമാണ് എന്നുള്ളതാണ് SITക്ക് നൽകിയിരുന്ന മൊഴി. ആ മൊഴി ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഇന്നും ഉണ്ടായത്. ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണെന്നാണ് തനിക്ക് ഓർമ്മയുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെ നിരന്തരം ക്ഷണിക്കുന്ന ഒരു ഇടപെടൽ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ശബരിമലയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിച്ചു. അത് ഒരൊറ്റ തവണയാണ്, അല്ലാതെ മാധ്യമങ്ങൾ ആരോപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചിലർ പ്രതികരിക്കുന്ന തരത്തിൽ നിരവധി തവണയൊന്നും പോയിട്ടില്ല. ഒരു തരത്തിലുള്ള സമ്മാനങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല പോറ്റിയിൽ നിന്ന് ആണ് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം ED ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. അത്തരമൊരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏത് അന്വേഷണ ഏജൻസിയോ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചാൽ ഇതെല്ലാം സത്യങ്ങൾ പുറത്തു വരണം, ആര് തെറ്റ് ചെയ്തെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിക്കുന്നത്. എന്തായാലും താൻ ഒരു തരത്തിലുള്ള സമ്മാനവും പോറ്റിയുമായി വാങ്ങിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നു. ആദ്യഘട്ടത്തിൽ പോറ്റിയെ കണ്ടുപരിചയം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു തവണ 2017-18 കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു സമ്മതം അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.